ഇല്ലെങ്കിൽ നമ്മൾ ഫോറക്സ് ഒക്കെ നമ്മുടെ ട്രേഡിംഗ് വ്യൂവില് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ ട്രേഡിംഗ് വ്യൂവിൽ കാണിക്കുന്നത് ഇപ്പൊ സിഗ്നൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഈ സിഗ്നൽ നമ്മൾ ഇവിടെ ഇട്ടിട്ട് നമ്മൾ അടുത്ത അവരുടെ സോഫ്റ്റ്വെയറിൽ പോയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണം. കറക്റ്റ് അല്ലേ? ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നുണ്ടോ? ഇല്ല, അതോ ഇല്ല. അതായത് ഇവിടെ നടക്കുന്ന സിസ്റ്റം 95% ഇവിടെ ഇതിന്റെ ഒരു ഫൈനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി, SL, TP എവിടെ വരെ കാര്യങ്ങൾ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ നമുക്ക് തരും. അതിന്റെ ഒരു ചെറിയ കൺഫർമേഷൻ എടുത്തതിന് ശേഷം അത് നിങ്ങൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ബ്രോക്കർ, അതായത് അതിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ബ്രോക്കർ എപ്പോഴും ബുക്ക് ബ്രോക്കർ ആയിരിക്കണം. ഞാൻ പറയല് നിങ്ങൾ ബ്രോക്കർ ഇതിലുണ്ടോന്ന് നോക്കണം. ഈ ലിസ്റ്റിൽ ഇതിൽ കാണുന്ന ലിസ്റ്റിൽ നിങ്ങളെ ബ്രോക്കർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് നമുക്ക് ബുക്ക് ബ്രോക്കേഴ്സ് മാത്രം, ബുക്ക് ബ്രോക്കേഴ്സിലാണ് റിയൽ ഡാറ്റ ഉള്ളത്. ട്രേഡിംഗ് വ്യൂല് ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട ഇവിടെ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ബ്രോക്കേഴ്സ്, ഇത് ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഡയറക്റ്റ് പാർട്ട്നേഴ്സ് ഉള്ള ബ്രോക്കേഴ്സ് ആണ് ഇതൊക്കെ. അതായത് ഇവരാണ് ട്രേഡിംഗ് വ്യൂക്ക് ഡാറ്റ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബിനാൻസ് ചെയ്യുന്ന ആളാണെങ്കിൽ നേരെ എന്താക്കുക, ഇവിടെ നിന്ന് ഇത് നോക്കി ബിനാൻസ് കണക്ട് ചെയ്താൽ ഇവിടുന്ന് തന്നെ ട്രേഡ് എടുക്കാം. ബിനാൻസ് തുറക്കേണ്ട ആവശ്യമില്ല, ബിനാൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ബിനാൻസിന്റെ ട്രേഡ് എടുക്കാം, റിയൽ അക്കൗണ്ട് ട്രേഡ് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ബ്രോക്കർ ഏതാണെന്നുള്ളത് അത് ഇതിൽ എന്താക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, വെരിഫൈ ചെയ്ത് നോക്കുക നിങ്ങളെ ബ്രോക്കർ ഇതിലുണ്ടോ എന്നുള്ളത്. അതായത് ഇന്റർനാഷണലിലുള്ള ടോപ്പ് 10 നിൽക്കുന്ന ഫോറക്സ് ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, ഇന്ത്യൻ ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, അത് ഇതിലുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്യാം. വെച്ചാൽ നമുക്ക് ബ്രോക്കറും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ചോദ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചില ഡൗട്ട്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. ഓരോന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. കൈവന്നിട്ടുണ്ട്, സിഗ്നൽ കാണിച്ചിട്ടുണ്ടല്ലോ. അത് ഗ്രീൻ, യെല്ലോ, റെഡ്. ഈ ഗ്രീൻ യെല്ലോ റെഡിൽ കറക്റ്റ് എൻട്രി കൊടുക്കണം. നമ്മൾ ഏതിനകത്ത് വരുമ്പോഴാണ്, യെല്ലോ വരുമ്പോഴാണോ അതോ ഗ്രീൻ വരുമ്പോഴാണോ എൻട്രി നമ്മൾ എടുക്കുന്നത് നോർമലി ഇതിനകത്ത്? അതായത് നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ SL വന്നു, ഇവിടെ സെല്ലാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഈ പോയിന്റ് ആണ് സെല്ല് വന്നിട്ടുള്ളത്. ഏകദേശം 97 സെല്ല് വന്നിട്ടുള്ളത്, ആ മാർക്ക് വന്നിട്ടുള്ളത്. അതായത് 699 കൂട്ടാം. പക്ഷെ നമുക്ക് എൻട്രി വന്നത് 92 ഈ എൻട്രി ഇത് സെല്ല് വന്നതിന് ശേഷമാണ് ഈ സാധനം ബിൽഡായിട്ട് വരുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നമ്മൾ ഇതിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ കൊടുത്ത സിസ്റ്റം ഉണ്ട്, അതായത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച സിസ്റ്റം ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ചാണ്. എന്നാല് ഒരിക്കലും മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് ടൂളൊന്നും ആവൂല, അതിന്റെ പിന്നാലെ പോവില്ല. അതിന്റെ വലിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു. ഇപ്പൊ ഇവിടെ എന്നായിട്ടുണ്ട്, ഇവിടെ സ്ട്രോങ് ബുള്ളിഷ് ആണ്. ഇവിടെ BTC എന്നായിട്ടുണ്ട്, മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എൻട്രി കംപ്ലീറ്റ് ആയി, TP4 കംപ്ലീറ്റ് ആയി. എന്നിട്ട് അതിന്റെ മേലിലേക്ക് മാർക്കറ്റ് പോയി. പക്ഷെ ഇവിടുന്ന് ഇതുവരെ എന്നായിട്ടില്ല, ഈ എൻട്രി മാറിയിട്ടില്ല, പുതിയൊരു എൻട്രി വന്നിട്ടുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതിപ്പോ മാനുവലി ഒരാൾ ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ആയാലോട് കൂടി ആളെന്നാക്കും ഇവിടെ നിന്ന് ഒരു സെൽ എൻട്രി എടുക്കും. ഇത്രയും വലിയൊരു പമ്പിങ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്നാവും ഒരു വലിയ വോളിയം ഓഫ് സെല്ല് വരുന്നതാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് ഒരു സെൽ എന്നാക്കും, സെൽ എൻട്രി എടുക്കും. അതായത് ആ ഒരു പ്രോഫിറ്റും കൂടി കിട്ടാൻ ഇവിടെ എടുത്ത പ്രോഫിറ്റ് എന്നാവും ഇവിടെ കൊണ്ടുപോയി ലോസ് ചെയ്യും. അല്ല, അതാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ചോദിക്കാം. ഇതിനകത്ത് നമുക്കിപ്പോ സെല്ലിംഗ് ബുള്ളിഷാണ് എടുക്കുന്നത്. ബുള്ളിഷ് നമ്മൾ ഇവിടെ നിന്ന് ബൈ എടുത്തു, അതിനകത്ത് എവിടെ നമ്മൾ എക്സിറ്റ് ആവണം എന്നുള്ളതും അത് കാണിച്ചു തരും. കറക്റ്റ് അല്ലേ? അതായത് ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ ഇവിടെ എന്നാക്കാ, ഓക്കെ, ഇവിടെ നിന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ബിയറിഷ് ആണ് ഉള്ളത്. ഇവിടെ എൻട്രി എടുക്കുക, എൻട്രി പോയിന്റിൽ എൻട്രി കൊടുക്കുക, TP 4 സെറ്റ് ചെയ്യുക,
TP1, TP2, TP3, TP4 എന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. SL സെറ്റ് ചെയ്യുക. അവിടെ എന്താക്കുക, നിങ്ങളത് ക്ലോസ് ചെയ്യുക. ബാക്കി അവിടെ എല്ലാം ഓട്ടോമാറ്റിക് നടന്നോളൂ. ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ചാർട്ടിൽ. അതായത് നിങ്ങൾ ഏത് ടൈമിലാണ് മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം, ആ സമയം നോക്കുമ്പോൾ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ എൻട്രി എടുക്കുക. മൊബൈലിലും അതായത് ലാപ്പിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും, കുഴപ്പമില്ല. പിന്നെ ട്രേഡിംഗ് വ്യൂവിന്റെ പ്രീമിയത്തിന്റെ ആവശ്യം നമ്മളെ യൂസേഴ്സിന് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മളെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഇതില് ലൈവിലുണ്ട്, നമ്മളെ ഇതിലുണ്ട്, ചോദിക്കാം. നിങ്ങൾക്കുള്ള മനസ്സിലുള്ള ഡൗട്ടുകൾ ചോദിക്കും. നമ്മൾ ഇതിന് എന്നാക്കി തരും. നിങ്ങൾക്കിപ്പോ വെറുതെ നിങ്ങൾ ഈ ടൂൾ എടുത്തതിനെ കൊണ്ട് നിങ്ങൾ ഒരു ട്രേഡർ എന്ന സിസ്റ്റത്തിലേക്കല്ല. ഈ ടൂൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 ഇയറിലേക്കുള്ള സിസ്റ്റം നമ്മൾ ബിൽഡാക്കി തരും. ഇതൊരു മാത്തമാറ്റിക്കൽ ഗെയിമാണ്. അപ്പൊ വെറുതെ ഈ ടൂൾ എടുക്കാൻ കാര്യം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സിസ്റ്റം നമ്മൾ തരും. ആദ്യത്തെ phase 1 എന്ത് ചെയ്യണം, phase 2 എന്ത് ചെയ്യണം, അങ്ങനെ ഒരു phase 4 വരുന്ന സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തരും. എപ്പോഴും നമ്മൾ വിന്നിങ് ആവണമെങ്കിൽ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ആ സിസ്റ്റവും കൂടി നമ്മൾ തരും. അപ്പം വെറുതെ നിങ്ങൾ ടൂൾ എടുത്തതിനെ കൊണ്ട് കാര്യങ്ങളൊന്നും ആക്കൂല. അത് വെറുതെ നിങ്ങൾ തന്നെ പോയി ചെയ്തോന്നുള്ള സിസ്റ്റം അല്ല. അതിന്റെ കൂടെ ഒരു സിസ്റ്റവും കൂടി നമ്മൾ തരും. അത് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ഇപ്പൊ എല്ലാവരും ഇത്രയും ആൾക്കാരും ഇപ്പോൾ ഓക്കെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അതായത് ഇതിനെ പറ്റി അറിയണം, സൊല്യൂഷൻ കിട്ടണം, ഇത് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. യെസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനത്തെ സിസ്റ്റം കിട്ടുന്ന സമയം, പ്രോപ്പർ സിസ്റ്റം കിട്ടുന്ന സമയം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ എന്നാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് എപ്പോഴും നമുക്കൊരു സാധനം കിട്ടുമ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അതായത് സെബിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 95% ആൾക്കാരും ഫെയിലിയർ ആണ്. ഈ ഫെയിലിയർ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ കണ്ടെടുത്തോളം, ഒന്ന് ഇന്ത്യയിലുള്ള പീപ്പിൾസ് അതായത് ഇതുവരെ എല്ലാം ബുക്ക് ബ്രോക്കറിലാണ് കൊണ്ടുപോയി ട്രേഡ് ചെയ്യുന്നത്. ഇതുവരെ റിയൽ ബ്രോക്കറിലേക്ക് എത്തിയിട്ടില്ല. അതൊരു പോയിന്റാണ്. സിസ്റ്റം ഇല്ല. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒന്ന് ഓവർ ട്രേഡ് ചെയ്യുക. അതായത് ഒരു പ്രോഫിറ്റ് വന്നാൽ വീണ്ടും അടുത്തൊരു ട്രേഡ്, കോൺഫിഡൻ്റ് ഉണ്ട്, ഒരു കോൺഫിഡൻറ്റ് ട്രേഡ് എല്ലാവർക്കും വരും. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ പോവുക. ഇത് ഒരു ഹ്യൂമണി സാധാരണയായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഈ ഒരു സിസ്റ്റം. ഇത് മാറ്റാൻ പറ്റൂല. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റങ്ങളാണ് നമ്മളിപ്പോൾ ഈ റിസ്ക് മാനേജ്മെന്റ് കാര്യം ഇതൊക്കെ സിസ്റ്റമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ അല്ലത്? അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾ, അതായത് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതാക്കി കാര്യങ്ങൾ അതിൻ്റെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ അത് ചോദിക്കാം. അപ്പോൾ അതിന് ഞാൻ ക്ലാരിറ്റി വരുത്തുമ്പോഴായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവും ഒരു കാര്യങ്ങൾ. ടൂളിന്റെ പർച്ചേസിങ് വരുന്നത് നമ്മളൊരു ആക്ച്വൽ പ്രൈസിങ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഒരു പ്രൈസിങ് കൂടി പറഞ്ഞുതരാം. നമ്മളെ പ്രൈസിങ് വരുന്നത് റിയൽ പ്രൈസിങ് 35,000 ആണ് പ്രൈസിങ് വരുന്നത്. നമ്മൾ 2 days നമ്മളെ അതിൻ്റെ ഒരു ചെറിയൊരു പ്രൈസ് ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഹൈക്ക് കൊടുക്കുന്നുണ്ട്. 25,000 നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ, അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ 1 year സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് തരും. കാര്യങ്ങൾ നിങ്ങളെ മോണിറ്ററിങ് കാര്യങ്ങളായിട്ട് ഒരു 1 yearലേക്ക് ടോട്ടൽ വരുന്നത് 25,000 ആണ്. അത് നിങ്ങൾക്ക് പിന്നെ അതിൽ വേറെ കാര്യങ്ങളോ അതിൻ്റെ ഇടയ്ക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക്, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആ ടൂൾ അതിൽ ഇംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പം അതാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത്. നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഇതിലേക്ക് മാർക്കറ്റിൽ ഇറക്കില്ല, നിങ്ങളെ നോളജ് നമ്മൾ ചെക്ക് ചെയ്യും. ടൂൾ എടുത്ത് നമ്മൾ ട്രെയിനിങ് തരുമ്പോൾ നോളജ് കിട്ടും. അപ്പം നിങ്ങൾക്ക് ചില ആൾ നിങ്ങൾക്ക് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ ഒരു 1 hour ട്രെയിനിങ് മതി. മാർക്കറ്റിലേക്ക് എന്നാക്കുക അന്ന് തന്നെ പിച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ കൊടുത്തു. ഹലോ കേൾക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഒരു വർഷത്തേക്കാ 25 അല്ല, ലൈഫ് ടൈമിലേക്കാണ്. അല്ല ഇതേപോലെ സോഫ്റ്റ്വെയറിന്റെ ഞാൻ എറണാകുളത്തൊന്നും ഉണ്ടായിരുന്നു. അവര് ലിങ്ക് ഒക്കെ അയച്ചു ഇപ്പോഴല്ല, ഒരു ഏകദേശം കഴിഞ്ഞ മാസം ലിങ്ക് അയച്ചപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ ഏകദേശം അതേമാതിരി തന്നെ തോന്നി. പിന്നെ അവർക്ക് വെറും 18,500 ഫീസ്.
യെസ്, അത് ഏതിലാണ് ഉള്ളത്? MT5-ലായിരിക്കും. ഉള്ളത് ഇതിലല്ല, ട്രേഡിംഗ് വീലല്ല. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ടൂൾ എന്ന് പറയുന്നത് ഇത് ട്രേഡിംഗ് വ്യൂ കൊടുക്കുന്ന ടൂളാണ് ഈ കാണുന്നത്, ഈ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ബാക്ക് എൻഡിലെ ട്രെയിനിങ് ചെയ്യിക്കുന്നത് അത് ഓരോരോ ആളെ സ്ട്രാറ്റജിയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതിന്റെ ഫ്രണ്ട് എൻഡിലുള്ള സാധനമല്ല ഇത്, അത് എല്ലാവർക്കും ഒരേപോലെയാണ്. നമ്മൾ അതിന്റെ ബാക്ക് എൻഡിൽ ഇപ്പം അതിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ സിസ്റ്റം ആയിരിക്കും, നിങ്ങൾ അതായത് ഞങ്ങളെ കമ്പനി എന്ന് പറയുന്നത് നിങ്ങളെ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ ടൂളാക്കി ഡെവലപ്പ് ചെയ്ത് തരും. നിങ്ങൾ എന്താണ് പറയുന്നത് അത് മാത്രമേ അനുസരിക്കൂ ആ സാധനം. അതിൽ കൂടുതൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കൂല, അത് ചെയ്യൂല. ഇതില് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ആണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കേണ്ടത്. അതായത് എല്ലാവരും നോക്കൽ അതിന്റെ ഫ്രണ്ട് എൻഡ് മാത്രമാണ്, എന്താണ് അതിന്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ സിസ്റ്റം, അതായത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്തൊരു ടൂള് നമ്മൾ തന്നെ വരുന്നുണ്ട്, പക്ഷെ അതിന്റെ ബാക്ക് എൻഡിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബ്രോക്കർ എടുക്കുമ്പോൾ പോലും അതിന്റെ ബാക്ക് എൻഡ് ചെക്ക് ചെയ്യുക, ഒരിക്കലും ഫ്രണ്ട് എൻഡ് അല്ല നോക്കേണ്ടത്, ബാക്ക് എൻഡിലാണ് അതിന്റെ ഈ സിസ്റ്റത്തിലൊക്കെ കാര്യങ്ങൾ എന്താക്കുന്നത് വരുന്നത്. എപ്പോഴും ബാക്ക് എൻഡ് ആണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അല്ല അപ്പൊ ഇത് സിഗ്നൽ തരാ അല്ല 5 മിനിറ്റിൽ വർക്ക് ചെയ്യോ ഇത്? അതും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന സ്കാൽപ്പിംഗ് തന്നെയാണ്. 5 മിനിറ്റും 15 മിനിറ്റിലും അതിൽ ഏറ്റവും ആക്യുറസി കിട്ടുന്ന 5 മിനിറ്റിലാണ്. ഞാൻ ചെയ്യുന്നത്, ഞാൻ കുറെ കൊല്ലമായിട്ട് ചെയ്യുന്നത് 5 മിനിറ്റ് തന്നെയാണ്. 5 മിനിറ്റും 15 മിനിറ്റ് തന്നെയാണ് അതിൻ്റെ നമ്മളൊരു സിസ്റ്റം വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡൗൺ എൻട്രി വന്നിട്ടുണ്ട്, പക്ഷെ ഇത് കൺഫർമേഷൻ വന്നിട്ടില്ല. അതായത് ഈ കറന്റ് മാർക്കറ്റ് കണ്ട, ഇവിടെയുള്ള ഈ കറന്റ് മാർക്കറ്റ് ബുള്ളിഷ് ആണുള്ളത്. നമുക്ക് എപ്പോഴും കറന്റ് അത് നമ്മൾ പഠിപ്പിച്ചു തരും. അതിന്റെ ഒരു കൺഫർമേഷൻ കാര്യങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചു തരും, എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ആ ഒരു ട്രെയിനിങ് നമ്മൾ തരും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഒരു ബാക്ക് എൻഡിലുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏകദേശം 20 കൊല്ലത്തെ ഡാറ്റ, അത് നമ്മൾ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്ട്രാറ്റജീസും കാര്യങ്ങളും നമ്മൾ അതിനെല്ലാം ചെയ്യും. ഇതിപ്പോ ഇന്റർനാഷണൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജിയാണ് ഇതിന്റെ ബാക്ക് എൻഡിലുള്ളത്. അതായത് ഇന്നത്തെ ലൈവ്, അതായത് വെറുതെ ഒരിക്കലും ഈ ടൂള് മാർക്കറ്റ് പോകുന്നതിന്റെ പിന്നാലെ പോകൂല. മാർക്കറ്റ് നമ്മൾ അണ്ടറിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിലേക്കും ആ ലൂപ്പോളിലേക്കും ആ ഒരു ടെക്നിക്കിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് എൻട്രി പ്ലേസ് ആയിട്ട് വരും. അപ്പോൾ ഇന്നലെയൊക്കെ നമുക്ക് ഗോൾഡിൽ ഇന്ന് ഒരു മൂന്ന് ട്രേഡൊക്കെ 4 ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് എല്ലാ ട്രേഡും TP4 എത്തുന്നുള്ളതല്ല. 10 ട്രേഡ് എടുത്താൽ അതിൽ TP1 അടിക്കുന്നുണ്ടാവും, TP2 എത്തുന്നുണ്ടാവും, TP3 എത്തുന്നുണ്ടാവും, TP4 എടുക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ കാൽക്കുലേഷൻ, എപ്പോഴും കാൽക്കുലേഷൻ. അതായത് മാർക്കറ്റിൽ ആരും ഫസ്റ്റ് തന്നെ ട്രേഡ് എടുത്ത പാട് ലോസിലേക്ക് പോകില്ല. പ്രോഫിറ്റ് കണ്ട് $100 പ്രോഫിറ്റ് കണ്ട് SL അടിച്ച ആൾക്കാരുണ്ടാവും, 50 കണ്ടിട്ട് SL അടിച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പൊ ഇവിടെ ഇപ്പൊ സംഭവിച്ചെന്ന് നോക്കാം. ഇവിടെ TP1 എത്തിയിട്ടുണ്ട്. ഈ TP1 എത്തി മാർക്കറ്റ് ഇങ്ങോട്ട് പോയി TP1 എത്തിയ ക്യാഷ് പോലും കിട്ടൂല. അപ്പൊ നമ്മൾ ഇതിനാണ് 4 TP സെറ്റ് ചെയ്യുന്നത്. TP1 എത്തിക്കഴിഞ്ഞാൽ എന്താവണം, SL ഇവിടുന്ന് മാറി ഓട്ടോമാറ്റിക്കലി ഇവിടെ ആവും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ട്രേഡ് നടക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് ഒരൊറ്റ ട്രേഡ് എടുത്തിട്ട് TP4 വരെ എന്താകും, അടിക്കാൻ വേണ്ടി എന്താകും, വെയിറ്റ് ചെയ്യലാണ്. ആ സിസ്റ്റം അല്ല വേണ്ടത്. നമുക്കൊരു പ്രോപ്പർ ആദ്യത്തെ ഒരു മാസം, ആദ്യത്തെ ഒരു 3 മന്തിലേക്ക് നിങ്ങൾക്ക് സിസ്റ്റം തരും. ആ സിസ്റ്റം നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങളത് നിർബന്ധമായി ആ സിസ്റ്റം എന്നാക്കണം, ഫോളോ അപ്പ് ചെയ്യണം. അത് നമ്മൾ കാര്യങ്ങൾ തരും. എന്നുവെച്ചാൽ നമുക്ക് സിസ്റ്റം ഇല്ലാതെ നമുക്ക് ട്രേഡിങ്ങിലേക്ക് വിന്നിങ് നമുക്ക് എത്താൻ പറ്റൂല. സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു മാസം നിങ്ങൾ എന്ത് ടാർഗറ്റ് ചെയ്യണം, എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യണം, അത് എല്ലാവർക്കും ഒരു സിസ്റ്റമാണ്. ഒരാൾക്ക് ഇന്ന സിസ്റ്റം, ആ സിസ്റ്റം കൂടി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് നല്ല എൻട്രി ഉണ്ടായി, നിഫ്റ്റിയിലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി 3 മാർക്കറ്റിന്റെ സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി ഇതിൽ ഇംപ്ലിമെന്റ് ആണ്. ഇത് ഓൾറെഡി നല്ല ഇന്ന് കഴിഞ്ഞ ഇന്ന് 2 നല്ല കുറച്ച് എൻട്രി ഇതുണ്ടായിരുന്നു. 2 or 3 എൻട്രിയാസ് ഇന്ന് ഉണ്ടായത് ഇന്ത്യൻ മാർക്കറ്റിൽ.
ഇന്ത്യൻ മാർക്കറ്റിന് കൊണ്ട് ഇന്നൊരു 67-70 ഉള്ളിൽ വിന്നിംഗ് റേഷ്യോ ഉണ്ടായിരുന്നു മാർക്കറ്റ്. നല്ല അക്യൂറസിയാണ് ഇന്ന് ഉണ്ടായത്. അല്ല ഈ വിന്നിംഗ് റേറ്റ് നോക്കിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത്? അല്ല, വിന്നിംഗ് റേറ്റ് നോക്കണ്ട. വിന്നിംഗ് റേറ്റ് അവിടെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഡെയിലി അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ബിസിനസ് ആണല്ലോ. ഇന്ന് നടക്കേണ്ട വോളിയം നടന്ന വോളിയം നാളെ ഉണ്ടാവുന്നില്ല, നാളെ കൂടാം കുറയാം. പക്ഷെ ഇതുവരെ ഒരു 65-ന്റെ താഴേക്കും 70-ന്റെ താഴേക്കും ഒന്നും വലിയ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നല്ലാതെ ആ ഒരു വലിയ ഇത് വന്നിട്ടില്ല ഇതുവരെ. 50-ന്റെ താഴേക്കൊന്നും ഒരിക്കലും പോകൂല. അതായത് അതൊക്കെ അത് നമുക്ക് ഇതിന്റെ ഈ ട്രേഡിങ്ങിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ള കാര്യം. മേജർ ആൾക്കാർ നോക്കേണ്ടത് നിങ്ങളെ ബ്രോക്കർ ഏതാണ് ആദ്യം. അതായത് നമ്മളിപ്പോ ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെറുതെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യലും മാത്രമല്ല, ഒന്ന് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊടുക്കുന്ന ബ്രോക്കേഴ്സ് ഏതാണ് അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യും. അതിന്റെ ബാക്ക് എൻഡ് നമ്മൾ നിങ്ങൾക്ക് തരും, ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് എൻഡിൽ ഉള്ളത്. അപ്പൊ അങ്ങനെ കുറച്ച് വെരിഫിക്കേഷനും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കും. അതായത് നമുക്ക് ഒരാൾക്ക് സക്സസ് ആവണമെങ്കിൽ അത് നമ്മൾക്കിപ്പോ യൂസ് ചെയ്യാം. ചോദിക്കാം. നമുക്കിപ്പോ യൂസ് ചെയ്യാൻ പറ്റിയ ബ്രോക്കേഴ്സ് ഏതാണ്? നിങ്ങൾ ഏതിലാണ് ചെയ്യുന്നത്? ഹലോ, ഏത് മാർക്കറ്റാണ്? ഞാൻ കാൾട്ടൺ എന്ന് പറഞ്ഞൊരു ബ്രോക്കറിലാണ് ചെയ്തിരുന്നത്. കാൾട്ടണിലാണ് ചെയ്യുന്നത്. ഫോറക്സ്. ഞാൻ സജഷൻ ചെയ്യല്, നിങ്ങൾക്ക് ഫോറക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അൽഫാരി ചെയ്യാം, ബിനാൻസ് ചെയ്യാം, അതേപോലെ കുറച്ച് ഇന്റർനാഷണൽ ബ്രോക്കേഴ്സ് ഉണ്ട്, അത് ചെയ്യാം. അതിന്റെ റീസൺസ് നമ്മളിതാരും ഇത് പറഞ്ഞുകൂടാ. അതായത് ഇപ്പൊ ഞാൻ എന്റെ രീതിയിൽ വന്നിട്ട് വേറെ കമ്പനി പറഞ്ഞത് ശരിയല്ല. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഒരു കാര്യം പറയാ, അതിൽ തന്നെ നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടും. ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു എ ബുക്ക് ഫോറക്സ് ബ്രോക്കേഴ്സ് ഇല്ല. ഓക്കെ, ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ ഇല്ല. അതായത് എല്ലാം ഇന്റർനാഷണൽ ബ്രോക്കേഴ്സ് ആണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ തരാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയല്ലും, നിങ്ങൾ ചെറിയതാച്ച, അതായത് ഈ ബ്രോക്കറിന് എവിടുന്നെയാണ്, അതായത് ഡാറ്റ എവിടുന്നാണ് കിട്ടുക വെച്ചാൽ എല്ലാം ട്രേഡിംഗ് വ്യൂ ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ ബ്രോക്കർ കൊടുക്കുന്ന ഡാറ്റയാണ് ട്രേഡിംഗ് വ്യൂ എന്നാക്കേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ട്രേഡിംഗ് വ്യൂ ആയിട്ടാണല്ലോ ആ ബ്രോക്കർ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആര് കൊടുക്കുന്ന ഡാറ്റയാണ് നിങ്ങൾക്ക് എന്നാക്കുന്നത്? ബ്രോക്കർ കാണിച്ചു തരുന്നത് അത് കൊടുക്കുന്ന ഡാറ്റയാണ്. അതിലേക്ക് എവിടുന്നാണ് അത്രയും ഫ്ലോ വരുന്നത്, വോളിയം വരുന്നത്, ബിസിനസ് വരുന്നുണ്ടോ ഇല്ല നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞ അതായത് ബിനാൻസിൽ എത്ര വോളിയം വരുന്നുള്ള ബിനാൻസ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത് വേൾഡിലെ നമ്പർ 1 ആണ്. ആ ബിനാൻസ് ആണ് ട്രേഡിംഗ് വ്യൂ എന്നാക്കുന്നത്. പാർട്ട്ണർഷിപ്പ്, ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിലൂടെ എന്നാക്കുന്നതാ ഇവിടെ ഡാറ്റ കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ട്രേഡിംഗ് വ്യൂവിന്റെ ഇതിന്റെ ഉള്ളിൽ കാണുന്ന ബ്രോക്കേഴ്സ് എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കോർപ്പറേറ്റ് ബ്രോക്കേഴ്സ്. ഇതൊന്നും ഇവിടെ ഉള്ള ബ്രോക്കേഴ്സ് അല്ല, ഇന്ത്യയിലുള്ള ഒരു ബ്രോക്കേഴ്സും ഇല്ല. ഇതൊക്കെ ഇന്റർനാഷണൽ ബേസ്. ഇപ്പൊ ഇതിൽ ആദ്യം ഇന്ത്യയിലുള്ള ഞാൻ കണ്ടെടുത്തോളം ഡെൽറ്റയാണ്. അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ബ്രോക്കർ, അത് ഇന്ത്യൻ ഗവൺമെന്റ് ഇതിലുള്ളതാണ് ഡെൽറ്റ വരുന്നത്. ബാക്കിയൊക്കെ പുറത്തെയാണ്. ബജാജ് ബ്രോക്കർ എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് അല്ലായിരുന്നു. അത് ഇന്ത്യൻ മാർക്കറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റ് ബ്രോക്കേഴ്സ് എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുക. അതിന് ഒരു ബി ബുക്ക് സിസ്റ്റം അതിൽ കൊണ്ടുവരാൻ പറ്റൂല. ഫോറക്സ് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. ഇന്ത്യൻ മാർക്കറ്റിന്റെ ബ്രോക്കേഴ്സിന്റെ ലോക്ക് എവിടെയാണ് അതിന്റെ ബാക്ക് എൻഡ് വരുന്നത്? അത് ഇന്ത്യൻ ലോ ആണ്. അത് കമ്പനിക്ക്, അതായത് അതിൽ നിങ്ങൾ ഷെയർസ് ആണ് കാണിക്കുന്നത് കമ്പനീസിന്റെ, അതിൽ മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റൂല. ഇന്ത്യൻ ബ്രോക്കേഴ്സിൽ ചെയ്യുന്നത് യാതൊരു പ്രശ്നമില്ല. ഫോറക്സിലേക്ക് കടക്കുമ്പോൾ, ക്രിപ്റ്റോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ പ്രശ്നം വരുന്നുണ്ടാവും. വെറും ഫോറക്സ്, അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാവരും, അതായത് ഫോറക്സിൽ നിങ്ങൾ MT5 നിങ്ങളൊക്കെ ഭൂരിപക്ഷം 95% ആൾക്കാരും എമൗണ്ട് ലോസ് വന്നിട്ടുണ്ടാവല്. അത് അതിന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് അതിലേക്ക് MT5 എന്ന് പറയുന്നവർക്ക് ഡാറ്റ കൊടുക്കുന്നവർ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നില്ല. ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ MT5 ഫോറക്സ് ചെയ്യുന്നവർ അവർ എമൗണ്ട് സിസ്റ്റം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എമൗണ്ട് ബ്രോക്കറിന് കൊടുക്കുന്നു, ബ്രോക്കർ MT5 തരുന്നു. അവിടെ 2 ചാനൽ കിടന്നു. ഞാൻ നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് അവർ തരുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിലായിരിക്കും നിങ്ങൾ പേഴ്സണൽ അക്കൗണ്ട് ആവും, ഏത് അക്കൗണ്ട് ആവും, അതിലേക്കായിരിക്കും നിങ്ങൾ എമൗണ്ട് അയച്ചു കൊടുക്കുന്നത്. ഓൺ ദി സ്പോട്ട് നിങ്ങളെ ബ്രോക്കറിലേക്ക് എമൗണ്ട് ആഡ് ആയിട്ട് കാണുകയും ചെയ്യും.
ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ബാങ്കിലേക്ക് നിങ്ങളെ എമൗണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, നിങ്ങളെ എമൗണ്ട് നിങ്ങളെ ബാങ്കിലേക്ക് ഡയറക്റ്റ് ആണ് ഇടുന്നത്, അതല്ല ബാങ്ക് മൂന്നാമതൊരാളെ നിയമിച്ചു അവരെ കയ്യിൽ കൊടുത്തിട്ട് അയാളാണോ ബാങ്കിൽ കൊണ്ടേ ക്യാഷ് ഇടുന്നത്? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. ഓക്കെ, അതായത് തേർഡ് പാർട്ടി വരുന്നുണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ് ആണ്. ബ്രോക്ക് അത് എന്താക്കാന്ന് വെച്ചാൽ പേഴ്സണലി എനക്കായിട്ടൊന്ന് കോൺടാക്ട് മെസ്സേജ് അയച്ചാൽ മതി. ആ കാര്യങ്ങൾ അതിന്റെ ക്ലാരിറ്റി തരും. ഞാൻ ഗ്രൂപ്പായിട്ട് പറയാത്തത് കൊണ്ടാണ്. ഹലോ. ഹലോ. ഇത് ഒരു സംശയം കൂടി. നമ്മൾ ഇത് സ്റ്റോപ്പ് ലോസ് ഇതിൽ വെക്കുമ്പോ ആ സ്റ്റോപ്പ് ലോസ് ഇതിൽ നമ്മൾ മാറ്റം വരും കയറി പോകുമ്പോ? ഇല്ല, വരൂല. സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അത് അല്ല, നമ്മൾ ഇത് കയറി പോകുമ്പോ സ്റ്റോപ്പ് ലോസ് ഇത് നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റോപ്പ് ലോസ് നേരെ പൊന്തിച്ച് വെക്കാന്ന്. അതങ്ങനെ എന്തോ സിസ്റ്റം ഉണ്ടെങ്കിൽ അതായത് ഇപ്പൊ അത് ഈ ടി പി വെക്കുന്ന സിസ്റ്റം പഠിക്കണം. അതായത് നമ്മൾ പഠിപ്പിച്ചു തരും. അതായത് ഇപ്പൊ ഇവിടെ എന്തായി, ഇവിടെ 4 ടി പി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ SL ഇവിടെ ഉണ്ടാക്കുക. എൻട്രി എടുക്കുന്ന സമയം, ഇവിടെ എൻട്രി എടുക്കുന്ന സമയം നിങ്ങൾ ഇവിടെ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്, ഇതാണ് ഫസ്റ്റ് ടി പി വരുന്നത്. അപ്പൊ ഇവിടെയാണ് SL ഉണ്ടാവല്. ഓക്കെ, അപ്പൊ ഈ ടി പിക്ക് SL ഇവിടെയാണ് വരുന്നത്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാല് SL എന്താവണം, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട്. ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ SL ഇപ്പൊ 83 84ലേക്ക് 86ലേക്ക് SL വരണം. ഓട്ടോമാറ്റിക്കായിട്ട് വരും, സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രേഡ് നടക്കുന്ന എങ്ങനെയാണ്, TP1 നിന്ന് TP2ലേക്കുള്ള ട്രേഡാണ്. SL ഉള്ളത് ഇവിടെയാണ്. നിങ്ങൾക്ക് മാറും, ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നിങ്ങൾക്ക് ഇവിടെ ഈ ടാർഗറ്റ് മുതൽ TP1 വരെയുള്ള പ്രോഫിറ്റ് സെക്യൂർ ആയി. അത് എല്ലാ ബ്രോക്കറിലും ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. അതായത് ഓരോ ബ്രോക്കർ ആ സിസ്റ്റം കൊടുക്കുന്നില്ല. ഇപ്പൊ ബിനാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ബൈബിറ്റ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ ബ്രോക്കർ ഏതാണെന്ന് നിങ്ങൾ ആ സമയം പറഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് TP സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ TP, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും പ്രോഫിറ്റ് ഇനി $1 ആണെങ്കിൽ $1 അതിന് സെക്യൂർ ചെയ്ത് പോവാം. എല്ലാവരും ചെയ്യുന്ന എന്താണ്, ഒരു 1:4 അല്ലെങ്കിൽ 1:3 വെക്കും. അത് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പറയാൻ പറ്റൂല. മാർക്കറ്റ് ഒരു 1:2 1:2 ഒക്കെ എത്തിയിട്ടുണ്ടാവും. മാർക്കറ്റ് എന്താവും, റിവേഴ്സൽ അടിക്കും. അപ്പൊ ആ പ്രോഫിറ്റ് പോലും കിട്ടൂല. അപ്പൊ ഈ സിസ്റ്റം എന്ന് പറയുന്നത്, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് സിസ്റ്റം ആണ്. അതായത് മാർക്കറ്റ് ഇത് കണ്ട, ഇവിടെ വന്നു TP1 കംപ്ലീറ്റ് ആയി, മാർക്കറ്റ് വീണ്ടും ഒന്നായി ചെറിയ റിവേഴ്സൽ വന്നു. ഇനി ഇവിടുന്ന് മാർക്കറ്റ് വരും, ഇവിടുന്ന് റിവേഴ്സൽ വരും, ഇങ്ങനെ വരും. ഇതൊരു സിസ്റ്റം ആണിത്. മാർക്കറ്റ് പമ്പ് ചെയ്യുന്നതിനും ഡംപ് ചെയ്യുന്നതിനും അതിന് സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് അതിനെ ട്രാക്ക് ചെയ്ത് കൊണ്ട് കാര്യങ്ങൾ എന്താക്കാൻ നമുക്ക് മോട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ തരും. ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് അതൊക്കെ നിങ്ങൾക്കുള്ള നീഡ് എന്താണെന്നുള്ളത് നമുക്ക് ഇൻഡിവിജ്വൽ 1-to-1 ഇരിക്കുമ്പോൾ തിരിയും. അത് ആ ട്രെയിനിങ്ങിൽ കിട്ടും. അല്ല, ഇതില് നമുക്ക് മറ്റേ വേറെ സാധനമില്ലേ, ഒരു ഫണ്ട് അക്കൗണ്ട് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ? ഫണ്ടഡ് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയലെപ്പോഴും നിങ്ങൾ ഒരിക്കലും ഫണ്ടഡ് അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു $100-50 കൊടുത്തിട്ടാണ് ഫണ്ടഡ് അക്കൗണ്ട് എടുക്കേണ്ടത്. ഒരു മനുഷ്യൻ ഞാൻ കണ്ടെടുത്തോളം ഫണ്ടഡ് അക്കൗണ്ട് എടുക്കില്ല. ഹലോ, ഒരാള് ഫണ്ടഡ് അക്കൗണ്ട് എടുക്കലോട് കൂടി ആള് ട്രേഡിങ്ങിന്റെ അതായത് ആള് പിന്നെ ട്രേഡിങ് ചെയ്യേണ്ട ഞാൻ പറയില്ല. ആള് അത്രയും ഡിപ്രഷന്, അത്രയും അവർ പറയുന്ന റൂൾസ്, അവർ പറയുന്ന കാര്യത്തിലാണ്. നിങ്ങൾക്കൊരു $100 ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ചെറിയ എക്സാമ്പിൾ, ഫണ്ടഡ് അക്കൗണ്ട് എല്ലാവരും വലിയ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തുടങ്ങുമ്പോൾ കുറേ ക്യാപിറ്റൽ ഇടാൻ ആരെക്കൊണ്ടും പറ്റും. ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ട് യാതൊരു പ്രശ്നമില്ല. അതായത് ഇതാ ഇതിലിപ്പം ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്, ഫയേഴ്സിന്റെ ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്. ഇത് ഫണ്ടഡ് അക്കൗണ്ട് ആണ്, ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഫോറക്സിന്റെ ഫണ്ടഡ് അക്കൗണ്ട് ആണ്. ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നമ്മളൊരു മന്ത്ലി ഒരു സിസ്റ്റം തരും. ആ സിസ്റ്റം നിങ്ങൾക്ക് കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് വേണോ നോർമലി ചെയ്യുന്നതാണോ ലാഭം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും.
100 കൊണ്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ആക്കി പോയാലാണ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റല്. ചോദിക്കാം, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. വോയിസ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് 3 മാർക്കറ്റും ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല, 3 മാർക്കറ്റും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് നമ്മളെ കാര്യത്തിന്റെ ക്ലാരിറ്റി വന്നോ? എല്ലാവർക്കും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും പറയാം, എങ്ങനെയാണ് നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കാര്യങ്ങൾ പറയാം. യെസ് ഓക്കെ, ക്ലാരിറ്റി വന്നെങ്കിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് നിങ്ങൾ പറയാം. വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ വൈൻഡപ്പ് കാര്യങ്ങൾ നിങ്ങൾ പറയാം. യെസ്, ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്ത നമ്മളെ ടീം ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു അപ്ഡേഷൻ കൊടുക്കുക. എങ്ങനെയാണ് കാര്യങ്ങൾ വേണ്ടത്, എങ്ങനെയാണെന്ന് അവർക്കൊരു അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ മാക്സിമം നാളെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നാളെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നാളെ തന്നെ അതിൻ്റെ സെക്ഷൻ ഉണ്ടാവും. അത് എന്താക്കാം, നാളെ തന്നെ ഒരു കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് നാളെ മറ്റന്നാളത്തോടു കൂടി മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഒരു ഓഫർ ഇപ്പം കൊടുക്കുന്നത് 2 ഡേയ്സിലേക്കാണ്. നമ്മളിപ്പം ഈ ഒരു 25,000 ഈ ഓഫർ ഇപ്പം നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. നമ്മളെ ടീമായിട്ട് നിങ്ങൾ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിച്ച ടീമായിട്ട് എന്നാക്കിയാൽ മതി. അവർക്ക് അതിൻ്റെ അപ്ഡേഷൻ കൊടുക്കുക. അവർ ബാക്കി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ഫോമും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് അയച്ചു തരും. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ നമ്പർ ഒന്ന് തരാൻ പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്നായിട്ട് കണക്ട് ചെയ്യും. അത് നമുക്ക് ക്ലാരിറ്റി വരുത്താം. ഓക്കെ അല്ലേ? നമുക്ക് അങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, വൈൻഡപ്പ്. ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യുക. ഗുഡ് നൈറ്റ്. ഓക്കെ. നമ്മൾ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ലൈവ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ഉണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ച് 10-20 ആൾക്കാരുണ്ടായിരുന്നു. ബെറ്റർ ആണ്.